UDF സർക്കാരുകളും LDF സർക്കാരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. UDF സർക്കാരിൽ പ്രധാനപ്പെട്ട കാര്യകർത്താക്കന്മാരായിട്ടിരിക്കുന്ന ആളുകൾക്ക് പലർക്കും ഒന്നിനെക്കുറിച്ചും യാതൊരു വിവരവും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയുമില്ല എന്നുള്ളതാണ്. സച്ചിദാനന്ദൻ ഒരിക്കലും CPM-ന്റെ ഭാഗമായിരുന്നില്ല. അദ്ദേഹം വിശാല ഇടതുപക്ഷക്കാരനാണ് എന്ന് മാത്രമല്ല, നക്സലുകളോട് അനുഭവമുള്ള ആളാണ്. അങ്ങനെയുള്ള സച്ചിദാനന്ദനെ എന്തുകൊണ്ടാണ് CPM-കാർ കേരളത്തിൽ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാക്കിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സർവതോമുഖമായ പ്രശസ്തി, വലതുപക്ഷക്കാർ ഭരിക്കുകയും ഇടതുപക്ഷക്കാർ സമരം ചെയ്യുകയും ചെയ്യേണ്ട ഒരു സന്ദർഭം സമാഗതമായിരിക്കുകയാണ്. ഇനി കുറച്ച് ആൾ അവർ ഭരിക്കട്ടെ. ഈ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റുള്ളത്? UDF സർക്കാരുകളും LDF സർക്കാരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. UDF സർക്കാരിൽ പ്രധാനപ്പെട്ട കാര്യകർത്താക്കന്മാരായിട്ടിരിക്കുന്ന ആളുകൾക്ക് പലർക്കും ഒന്നിനെക്കുറിച്ചും യാതൊരു വിവരവും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയുമില്ല എന്നുള്ളതാണ്. LDF-ൽ അങ്ങനെയല്ല. ഈ കാര്യകർത്താക്കന്മാരായിട്ടിരിക്കുന്നവരിൽ പലർക്കും അത്യാവശ്യം വിവരം ഉണ്ടാവും. പിന്നെ ഇന്ന മാതിരി ചെയ്താൽ അത് പൊതുജനത്തിൻ്റെ ഇടയിൽ യേശും എന്ന് ബോധ്യവും ഉണ്ടാകും. അതുകൊണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ ആളുകളെ നിയമിക്കുമ്പോൾ കുറേയൊക്കെ കഴിവും കാര്യപ്രാപ്തിയും പൊതുജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരവും അവർ പരിഗണിക്കും. ഉദാഹരണത്തിന് വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് സുഗതകുമാരി ടീച്ചറെ കൊണ്ടുവന്നു. അടുത്ത തവണ ആ സ്ഥാനത്തേക്ക് നമ്മുടെ ജസ്റ്റിസ് ശ്രീദേവിയെ കൊടുത്തു. ഇവരാരും പാർട്ടിക്ക് വേണ്ടി ജാഥയ്ക്ക് പോകുന്നവരല്ല, ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽ അംഗത്വമുള്ളവരുമല്ല. ആ സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷവും അവർ ജാഥയ്ക്ക് പോയിട്ടില്ല. ആ സ്ഥാനത്ത് ഇരിക്കുമ്പോഴും അവർ ജാഥയ്ക്ക് പോയില്ല. പക്ഷേ ഇവരെയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ഉള്ള കഴിവും പ്രാപ്തിയും ത്രാണിയും ഒക്കെ CPM-നുണ്ട്. അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് MT വാസുദേവൻ കൊടുത്തു. ലഗ്നാലോ ചന്ദ്രാലോ മാർക്സിസവുമായിട്ടോ കമ്മ്യൂണിസവുമായിട്ടോ എന്തെങ്കിലും ബന്ധമുള്ള ആളല്ല MT എന്ന് നമുക്കറിയാം. പക്ഷേ സഖാക്കൾ അദ്ദേഹത്തെ സഹിച്ചു എന്ന് മാത്രമല്ല, MT-യുടെ 4 കെട്ടിൻ്റെ 50-ാം വാർഷികവും 60-ാം വാർഷികവും ഏതാണ്ട് സാഹിത്യ അക്കാദമിയിൽ വെച്ച് 4 ദിവസത്തെ ആഘോഷമായിട്ട് MA ബേബി മുന്നിട്ട് നിന്ന് നടത്തി. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ KN പണിക്കരെ കൊണ്ടുവന്നു. അതല്ലെങ്കിൽ കോട്ടയം സർവകലാശാലയിൽ ഡോക്ടർ അനന്തമൂർത്തിയെ കൊണ്ടുവന്നു. ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ കഴിവും മെറിറ്റും കൂടി പരിഗണിച്ചിട്ടാണ്. ഡോക്ടർ അനന്തമൂർത്തി CPM-ൻ്റെ ജാഥയ്ക്ക് പോകുന്ന ആളല്ല, ഒരിക്കലും പോകില്ല. അദ്ദേഹത്തിന് മാർക്സിസ്റ്റുകാരോട് നയപരമായിട്ട് തന്നെ വിയോജിപ്പുണ്ട്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റുകാരനാണ്. അതുപോലെ തന്നെയാണ് പണിക്കരുടെ കാര്യം. പണിക്കർ ഒരു ഇടതുപക്ഷ ചിന്താധികാരനാണെന്നെങ്കിലും പറയാം. അങ്ങനെയുള്ള ആളുകളെയാണ് കൊണ്ടുവരിക. നേരെ മറിച്ച് കോൺഗ്രസ്സുകാരാകുമ്പോൾ അങ്ങനെയല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് നേരത്തെ ഒരു അറബി മുൻഷിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു ലീഗുകാർ. ഇയാൾ ഒരു കോളേജിലും പഠിപ്പിച്ചിട്ടില്ല, യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചിട്ടില്ല, അറബി കോളേജിലെ പ്രൊഫസറാണ്. അങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ ഒരിക്കലും CPM-കാർ ചെയ്യുകയില്ല. M മുകുന്ദനെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാക്കിയത് മുകുന്ദൻ ജാഥയ്ക്ക് പോകുന്ന ആളായതുകൊണ്ടല്ല, അദ്ദേഹം CPM-കാരനുമല്ല. പക്ഷേ മുകുന്ദൻ ഇവരുടെ പരിധിക്ക് നിൽക്കുന്ന ഒരാളാണ് എന്നവർക്ക് തോന്നി. 5 കൊല്ലം അദ്ദേഹം അവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് സച്ചിദാനന്ദനെ കൊണ്ടുവന്നത്. സച്ചിദാനന്ദൻ ഒരിക്കലും CPM-ൻ്റെ ഭാഗമായിരുന്നില്ല. അദ്ദേഹം വിശാല ഇടതുപക്ഷക്കാരനാണ് എന്ന് മാത്രമല്ല, നക്സലുകളോട് അനുഭവമുള്ള ആളാണ്. EK നായനാർ ആദ്യം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ ജനകീയ പ്രതിരോധ സമിതി അങ്ങനെ ഏതാണ്ടിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടൊരു ജാഥ നടത്തിയതിന് ഇരിങ്ങാലക്കുട അടുത്ത് നടപരമ്പിൽ വെച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് പുള്ളി കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ രാജീവനെ അക്കാലത്ത് അറസ്റ്റ് ചെയ്യട്ടെ. അതിനെക്കുറിച്ചൊക്കെ സച്ചിദാനന്ദൻ കവിതകൾ എഴുതിയിട്ടുണ്ട്. സച്ചിദാനന്ദൻ എല്ലായ്പ്പോഴും തീവ്ര ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ആളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം നമ്മുടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് താത്വിക ആചാര്യനായിരുന്ന K വേണുവിൻ്റെ തൊട്ടടുത്ത ബന്ധു കൂടിയാണ്. അങ്ങനെയുള്ള സച്ചിദാനന്ദനെ എന്തുകൊണ്ടാണ് CPM-കാർ കേരളത്തിൽ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാക്കിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സർവതോമുഖമായ പ്രശസ്തിയും അദ്ദേഹത്തിന് ബഹുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകരുടെ ഇടയിലുള്ള അംഗീകാരവും മുൻനിർത്തിയിട്ടാണ്. അദ്ദേഹം പാർട്ടിയുടെ എല്ലാ അഭിപ്രായങ്ങളും ഏറ്റുപറയുന്ന ആളല്ല. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുമില്ല, പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥവുമില്ല. സച്ചിദാനന്ദന് ഇപ്പോൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തോന്നി ഈ ഭരണം ഈ രീതിയിൽ പോകുന്നത് ഒരു കാരണവശാലും ഗുണകരമായിരിക്കില്ല. കേരളത്തിൻ്റെ നന്മയ്ക്കും മേന്മയ്ക്കും ഇടതുപക്ഷത്തിൻ്റെ തന്നെ നിലനിൽപ്പിനും ഇനി ഒരു ഇടവേള അനിവാര്യമാണ്. 10 കൊല്ലത്തെ ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലും കൂടുതലായി കഴിഞ്ഞു. ഇനി ഒരു 5 കൊല്ലം ഇവർക്ക് വിശ്രമം ആവശ്യമുണ്ട്. വലതുപക്ഷക്കാർ ഭരിക്കുകയും ഇടതുപക്ഷക്കാർ സമരം ചെയ്യുകയും ചെയ്യേണ്ട ഒരു സന്ദർഭം സമാഗതമായിരിക്കുകയാണ്.
ഇനി കുറച്ച് ആൾ അവർ ഭരിക്കട്ടെ. ഈ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റുള്ളത്? ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ ബഹുഭൂരിപക്ഷം ഇടതുപക്ഷക്കാർ, തനി വയറ്റിപ്പഴപ്പുകാർ ഒഴിച്ച് ബാക്കി എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സച്ചിദാനന്ദൻ പറഞ്ഞത്. പിന്നെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുണ്ടെന്ന് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഇനി മേലിൽ സത്യസന്ധമായിട്ടൊരു അഭിപ്രായവും ഞാൻ പറയുകയില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് തരുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് മാത്രമേ ഞാൻ കവിത എഴുതുകയും വിവർത്തനങ്ങൾ നടത്തുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്യുള്ളൂ എന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിൽ നിന്ന് പാർട്ടി മുദ്രപത്രത്തിൽ എഴുതി വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഉറപ്പും അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഇനി എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് യാതൊരു വിലയുമില്ല. കാരണം നമ്മുടെ അഭിപ്രായത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ 5 കൊല്ലം ഭരിച്ച പിണറായി സർക്കാരല്ല 10 കൊല്ലം ഭരിച്ച സർക്കാർ. അത് ജനങ്ങളെ സാമാന്യത്തിലധികം ബോറടിപ്പിക്കും. മന്ത്രിമാർ പലരും കഴിവില്ലാത്തവരാണ്, അപ്രാപ്തരാണ്. അഴിമതി ആരോപണങ്ങളും ആവശ്യത്തിനുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടന്നത് സച്ചിദാനന്ദൻ്റെ വീട്ടുമുറ്റത്താണ്. അദ്ദേഹത്തിന് എങ്ങനെ ഇതിനെ പിന്തുണക്കാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിനോട് വിയോജിപ്പുള്ളവർക്ക് വിയോജിക്കാം. അതിന് അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ട് പ്രശ്നം തീരുകയില്ല. സച്ചിദാനന്ദനോട് പല കാര്യത്തിലും എതിർപ്പുള്ള ആളാണ് ഞാൻ, വിയോജിപ്പുള്ള ആളാണ് ഞാൻ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. അദ്ദേഹത്തിനോട് എന്നോട് പ്രത്യേകിച്ച് ഒരു കാലുഷ്യം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കും. ഏതായാലും ഈ കാര്യത്തിൽ അദ്ദേഹത്തെ കല്ലെറിയുന്നവരുടെ കൂടെയല്ല, ഏറുകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ഞാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതുവരെ മനസ്സിലാക്കാത്ത സഖാക്കൾക്ക് ഈ മെയ് മാസത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കും. സച്ചിദാനന്ദനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. മുഖം ചീത്തതിന് കണ്ണാടി തല്ലി പൊട്ടിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഈ നാട്ടിലെ മൊത്തം സൈബർ ഗുണ്ടകളെ ഓർമ്മിപ്പിക്കുന്നു. ബാക്കി സംശയമുള്ളവർക്ക് മെയ് മാസത്തിൽ വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം ബാക്കി മറുപടി തരാം.